ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്രാപ്പൊടിയാണ് കേട്ടോ. ആന്ധ്രാപ്പൊടി അതിന് വേറൊരു പേരുണ്ട്, കലത്തപ്പൊടി എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ പരിപ്പ് പൊടി എന്നൊക്കെ പറയാറുണ്ട്. ഈ ആന്ധ്രാ മീൽസ് കഴിച്ചവർക്കറിയാം ഇത് എത്ര ടേസ്റ്റി ആണെന്ന്. നമ്മൾ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് ചൂട് ചോറിൻ്റെ ഒപ്പം ഇത് കുഴച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതില് 1/2 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, അതുപോലെ തന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ്, പിന്നെതാ ഒരു പിഞ്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, സാദാ ജീരകമാണ്, 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 2 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 12 വറ്റൽമുളക്. സാദാ വറ്റൽമുളകാണ് കേട്ടോ, കാശ്മീരി ഒന്നുമല്ല. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ ആന്ധ്രാപ്പൊടി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാൻ ആദ്യം ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്, കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു മീഡിയം സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മളൊരു 1 മിനിറ്റോളം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉഴുന്ന് ഈ പാനിലേക്ക് ചേർക്കണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും സിമ്മിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടിപ്പിടിക്കാൻ അല്ലെങ്കിൽ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ ആക്കിയാൽ മതിയാവും. അപ്പത്തേനും ഇത് ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയിട്ട് നല്ല മണമൊക്കെ വന്നു തുടങ്ങും. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഉഴുന്നും റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് അത്രയും നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇത് തോരപ്പരപ്പാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു 1 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പൊ നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി. ആ സമയത്ത് തന്നെ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനപ്പോ ഒരു 12 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഇത് നമുക്ക് സിമ്മിലിട്ടിട്ട് തന്നെ ഇതും ഒന്ന് ചൂടാക്കിയാൽ മതി, കരിഞ്ഞു പോവാണ്ടേ നോക്കണം കേട്ടോ. മുളക് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കുരുമുളകൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിനൊപ്പം തന്നെ ഇട്ടു സാദാ ജീരകമാണ് കേട്ടോ. അപ്പൊ ഈ സാദാ ജീരകം നമുക്കൊരു ജസ്റ്റ് ഒരു എന്താ പറയാ, കുറച്ച് സെക്കൻഡുകൾ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇതൊരു 1/4 ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജീരകം ചൂടായിട്ട് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പൊ ഞാനൊരു കുറച്ച് നേരമാണ് ചൂടാക്കിയിട്ടുള്ളൂ. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതിനെല്ലാം നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കുറച്ച് തണുക്കാൻ വെച്ചതിന് മിക്സിന്റെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ കായത്തിന്റെ പൊടി, അതൊരു 1/4 ടീസ്പൂണിലും 1/4 ടീസ്പൂണാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ പൊടിയുപ്പ് അതൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതും ഞാൻ ചേർത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, ബാക്കിയുള്ള മിക്സ് കൂടി ചേർത്തിട്ട്. അപ്പൊ നമ്മുടെ ആന്ധ്രാപ്പൊടി അല്ലെങ്കിൽ കലത്തപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് പൊടിച്ചു കഴിയുമ്പോഴേ ജസ്റ്റ് ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആ പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എരിവ് ഞാനൊരു നോർമൽ അളവിലാണ് ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ, നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ വറ്റൽമുളക് കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇത് നമുക്കിനി ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം.
അപ്പോൾ നമ്മുടെ ആന്ധ്രാപ്പൊടി കഴിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം നമ്മൾ ആന്ധ്രാപ്പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നെയ്യും ചേർക്കാം, വെളിച്ചെണ്ണയും ചേർക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. നെയ്യാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പം നമുക്ക് നെയ്യ് കൂടി ചേർക്കാം. ഇനി നന്നായി കുഴച്ചിട്ട് കഴിക്കാം.